ഹായ് അഞ്ജലി, സുഖാണോ? സുഖമാണ് സാർ. എവിടെയാണ് വീടൊക്കെ എവിടെയാണ്? വീട് കൊല്ലം. കൊല്ലത്താണല്ലേ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഓ. വീട്ടില് അമ്മ, അച്ഛൻ, പിന്നെ അച്ചാമ്മ, വല്യച്ഛൻ. ഓക്കെ ഓക്കെ. അഞ്ജലി അവോധയിൽ ഏത് കോഴ്സായിരുന്നു പഠിച്ചത്? ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. എങ്ങനെ ഉണ്ടായിരുന്നു കോഴ്സും കാര്യങ്ങളൊക്കെ? കോഴ്സ് കുഴപ്പമില്ലായിരുന്നു. പഠിക്കാൻ കുഴപ്പമില്ല, പറ്റുന്നതായിരുന്നു. കുഴപ്പമില്ലായിരുന്നു ആ. അല്ലേ. എങ്ങനെയാണ് അഞ്ജലി അവോധയെ പറ്റി ആദ്യമായിട്ട് അറിഞ്ഞത്? അറിഞ്ഞത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ അവോധയുടെ ആഡ് കണ്ട് അങ്ങനെയാണ് അറിയുന്നത്. എന്നിട്ടും അത്ര വിശ്വാസം വന്നില്ല. പിന്നെ ഞാൻ ഗൂഗിളിൽ കുറെ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് അങ്ങനെയാണ് ഇത് ജെന്യുവിൻ ആണെന്ന് മനസ്സിലായത്. അങ്ങനെയാണല്ലേ അങ്ങനെ മനസ്സിലായത്. ഇതിനകത്ത് ജോയിൻ ചെയ്ത്. ഓക്കെ ഓക്കെ. അപ്പോ തുടക്കത്തിൽ ഈ 2800 രൂപക്ക് ഒരു കോഴ്സ് എന്ന് കേട്ടപ്പോ ആദ്യം അഞ്ജലിക്ക് എന്താ തോന്നിയത്? 2800 രൂപയ്ക്ക് എന്തോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഇതേപോലുള്ള കോഴ്സുകളൊന്നും പഠിപ്പിക്കത്തില്ല. എവിടെ തിരക്കിയാലും റേറ്റ് കൂടുതലാണ്. ഈ ടൈപ്പ് കോഴ്സുകൾക്കൊക്കെ റേറ്റ് കൂടുതലാണ് പറയുന്നത്. ഓക്കെ ഓക്കെ. ഇതിനു മുന്നേ അപ്പൊ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഒക്കെ നോക്കിയായിരുന്നു അഞ്ജലി? നോക്കിയായിരുന്നു. അവിടൊക്കെ റേറ്റ് കൂടുതലാണ്. 40,000 എബോവ് അത്രയൊക്കെയാണ് കാണിക്കുന്നത്. 40,000 ഒക്കെ പറഞ്ഞിരുന്നല്ലേ. ഓക്കെ ഓക്കെ. ഉം. ഇപ്പൊ കറന്റ് അഞ്ജലി എന്താണ് ചെയ്യുന്നത്? ഞാനിപ്പോ ഇന്റേൺഷിപ്പ് ചെയ്യുവാ. ഇന്റേൺഷിപ്പ് ചെയ്യാണ്. കമ്പനി ഏതാണ്? സ്കോർപിയോൺ ഫിക്സ്. എങ്ങനെയുണ്ട് കമ്പനി ലൈഫ് ഒക്കെ എങ്ങനെ പോകുന്നു? അത് കുഴപ്പമില്ല. കുഴപ്പമില്ലാതെ കുഴപ്പമില്ലാല്ലേ. പോകുന്നുണ്ട്. ഒരു തുടക്കക്കാരിയായിട്ടല്ലേ അഞ്ജലി ആദ്യം ആ കമ്പനിയിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ തുടക്കത്തിൽ ഡിഫിക്കൽട്ടി ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നോ? സ്റ്റാർട്ടിങ്ങില് കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. വർക്കൊക്കെ പഠിച്ചെടുക്കാനൊരു ഇതുണ്ടായിരുന്നു. ഇപ്പം പിന്നെ കുഴപ്പമില്ല. എല്ലാം ചെയ്യുന്നൊക്കെ ഉണ്ട്. കൂടെയുള്ള കൊളീഗ്സ് ഒക്കെ എങ്ങനെയാണ്? സപ്പോർട്ടീവ് ആണോ അഞ്ജലിക്ക്? ആണാണ്. ആണല്ലേ. നമ്മുടെ ഉം. ജാബ് സെക്ഷൻ ഒക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നോ? ജാപ്പ് ഞാൻ ഒരു ക്ലാസ്സേ അറ്റൻഡ് ചെയ്തോളായിരുന്നു. അപ്പോഴായിരുന്നു എന്നെ ഈ അവോധയുടെ പ്ലേസ്മെന്റ്സിൽ ഇങ്ങനെ വിളിക്കുന്നത്. ഓക്കെ. ഇതുപോലെ വേക്കൻസി ഉണ്ട്. അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തേന് ഇതില്. എങ്ങനെയുണ്ടായിരുന്നു സ്കോർപിയോൺ ജാബ് സെക്ഷൻ ഫിക്സിൽ. ഒക്കെ? നമ്മുടെ കോർഡിനേഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ജാപ്പിന്റെ. ജാപ്പിന്റെ കോർഡിനേഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ജാപ്പ് ഒരു ക്ലാസ്സേ അറ്റൻഡ് ചെയ്തോളൂ. പിന്നെ ജാപ്പ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് കൂടും. അതാണ് ജാപ്പിന്റെ ബെനിഫിറ്റ്. മോക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തായിരുന്നോ? മോക്ക് ഇന്റർവ്യൂ അതും ഒരെണ്ണം അറ്റൻഡ് ചെയ്തു. എങ്ങനെയുണ്ടായിരുന്നു ഇതിന്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഒക്കെ? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യം കുറച്ച് ഫിയർ ഒക്കെ ഉണ്ടായിരുന്നു ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം കുറച്ച് ഫിയർ ഉണ്ടായിരുന്നു. പിന്നെ ഓക്കെ ആയല്ലേ മോക്ക് ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ? പിന്നെ ഓക്കെ. പിന്നെ ഓക്കെ. ഓക്കെ ആയി. പഠിക്കുന്ന സമയത്ത് ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അഞ്ജലിക്ക്? ഡൗട്ടൊക്കെ വരാറുണ്ടായിരുന്നു. ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു. ട്യൂട്ടർ എല്ലാം നന്നായിട്ട് ക്ലിയർ ചെയ്ത് തരുമായിരുന്നു. ക്ലിയർ ചെയ്ത് തന്നായിരുന്നു അല്ലേ. പിന്നെ ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പഠിക്കുന്ന സമയത്ത്? സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നു. പിന്നെ അത് ഓക്കെ ആയോ? നമ്മുടെ ടെക്നിക്കൽ സെല്ലിലൊക്കെ പിന്നെ വിളിച്ചപ്പോ അത് സ്ക്രീനൊക്കെ പ്രസന്റ് ചെയ്ത് എല്ലാം പറഞ്ഞു തരുമ്പോൾ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവുമായിരുന്നു. പെട്ടെന്ന് തന്നെ മനസ്സിലായിരുന്നു അല്ലേ. ഉം. ഇപ്പൊ അഞ്ജലിയോട് ഒരാൾ ചോദിക്കുന്നു എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കണം. അപ്പോ അഞ്ജലി അവരോട് എന്താണ് അഞ്ജലി പറയുക? ഞാൻ പറയുന്ന അവോധ ജോയിൻ ചെയ്യാനാ. കാരണം ഇത്ര കുറഞ്ഞൊരു എമൗണ്ട് ഇവിടെ അല്ല പഠിപ്പിക്കുന്നത്. വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ എമൗണ്ട് കൂടുതലാണ്. ഇവിടെ ഓക്കെ. ജോയിൻ ചെയ്യാനാണ് ഞാൻ പറയുന്നത്. അപ്പൊ അഞ്ജലിയോട് അവസാനമായിട്ട് എനിക്കൊന്ന് പറയാനുള്ളത്, ഇപ്പൊ ഓൾറെഡി നമ്മുടെ അബോധയിൽ നിറയെ സ്റ്റുഡൻസ് ഒക്കെ പഠിക്കുന്നുണ്ട്. അഞ്ജലിക്ക് അറിയായിരിക്കുമല്ലോ. നമ്മുടെ യൂട്യൂബ് ചാനൽസിലൊക്കെ കയറിയ ഇഷ്ടംപോലെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുന്ന് ഓൾറെഡി പ്ലേസ്ഡ് ആയിട്ടുള്ളവരൊക്കെ. കണ്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഓൾറെഡി നമ്മുടെ അവബോധയിൽ നിറയെ പേര് പഠിക്കുന്നുണ്ട്. ഇനി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരും കുറെ പേരുണ്ട്. അപ്പൊ അവരോടൊക്കെ ആയിട്ട് അഞ്ജലിക്ക് എന്താണ് പറയാനുള്ളത്? അവരോട് നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ടെക്നിക്കൽ കോഴ്സ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവോധയെ കോണ്ടാക്ട് ചെയ്യാനാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അവോധ വഴി പ്ലേസ്മെന്റ് അസിസ്റ്റന്റും കിട്ടുന്നുണ്ട്. അത് അവോധ ചെയ്തു തരുന്ന നല്ലൊരു കാര്യമാണ്. വേറെ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനൊന്നും ചെയ്തു തരത്തില്ല. ഓക്കെ അതൊക്കെ ഓക്കെ. നല്ല കാര്യമാണ് അവോധ. ഓക്കെ. താങ്ക് യു അഞ്ജലി. ഇത്രയും നേരം നമ്മൾക്ക് വേണ്ടിയിട്ട് ഇത്ര ഒരു ടൈം സ്പെൻഡ് ചെയ്തതിൽ. ഇപ്പൊ വർക്കിലാണോ അല്ല വീട്ടിലാണോ? ഞാൻ വർക്ക് ഫ്രം ഹോം ആണ്. വീട്ടിൽ ഇരുന്നാണ്. ഓക്കെ. അപ്പൊ ഇപ്പൊ ആ. വർക്കിലാണല്ലേ അപ്പൊ? ആ.
ഓക്കെ, അപ്പൊ താങ്ക് യു അഞ്ജലി. ഈ ഒരു വർക്കിംഗ് ടൈമിലും നമ്മളോട് ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ഓക്കെ സർ, താങ്ക് യു.